ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ക്യാമറ വന്നോ? ഇവളെന്ത് ക്യാമറയെല്ലാം പിടിച്ചോണ്ട് ഇവർക്ക് എന്നെ ഭയങ്കര പേടിയാണ് കേസ്. ഞാൻ ഉള്ളത് പോലെ ഇടുമെന്നും പറഞ്ഞിട്ട് എന്നെ കാണുമ്പോഴേ തന്നെ ചേച്ചി ഉടുപ്പൊക്കെ മര്യാദക്കിടും. അല്ലെ പലതും വീഡിയോ കൂടെ കാണേണ്ടി വരുമല്ലേ. ശരിയല്ല, ഇത് കൊള്ളാല്ലേ ഈ തുണി? നല്ല ഡ്രസ്സില്ലേ കാണാൻ? ഇഷ്ടപ്പെട്ടില്ല? നല്ലല്ലേ? ഇഷ്ടപ്പെട്ടു ഈ തുണി. അതാണ് ബിന്ദു ചേച്ചി തപ്പിക്കൊണ്ട് നടക്കാതെ. താഴത്തോട്ട് നല്ല ഫ്ലയറിൽ വരും അല്ലേ? അങ്ങനെ ആ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ എടുത്തിരിക്കുവാണ്. ആള് പോകാൻ നിൽക്കുക, 5 മണിക്ക് പോകുക. അതിന് മുന്നേ ഇതിന്റെ കാര്യത്തിൽ ഇച്ചിരിയൊക്കെ തീരുമാനമാക്കാലോ എന്ന് കരുതി എടുത്തേക്കുക. ഇത് ഹക്കോബ ടൈപ്പ് തുണിയാണ്. ഇതിനുണ്ടല്ലോ, കണ്ടില്ല, പൂവൊക്കെ ഭയങ്കര വലിയ ഊട്ടകളല്ലേ. അത് മടക്കി അടിക്കാൻ നേരത്ത് നല്ല പാടാവട്ടോ. കാരണം ഇങ്ങനെ കുറെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ കിടക്കുന്ന പോലെ ഇരിക്കൂലേ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് തന്നെ ചേച്ചി തയ്ക്കുന്നത്. നാൻസി അപ്പുറത്തിരുന്നിട്ട് ഒരു പാൻറ് വെട്ടിക്കൊണ്ടിരിക്കുവാണ്. പാൻറ്റാണോ? ആ പാൻറ് തന്നെയാണ്. ലെവലാക്കിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കും. ഇതുപോലത്തെ തുണികളൊക്കെ ഇച്ചിരി പാടാവട്ടോ. ഇങ്ങനെ ഒന്നും നിവർത്തിയിട്ട് മര്യാദക്ക് കിടക്കൂല. ഇവിടുന്ന് വലിക്കുമ്പോൾ അത് അവിടുന്ന് പോകും. അങ്ങനെയാണ്. അങ്ങനെ അന്നത്തെ പരിപാടികൾ ഏകദേശം തീർന്നു. ഇത് നമ്മളൊന്ന് നമ്മുടെ ഡ്രസ് ഫോമിലൊന്ന് ഇട്ട് നോക്കിയതാട്ടോ. ഈ ആം ഹോളിൻ്റെ അവിടെ ശരിക്കും അങ്ങോട്ട് പിടിച്ചിരിക്കേണ്ടെന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ലപോലെ പിടിച്ചിരിപ്പില്ല. ഇതുപോലെ തന്നെയായിരുന്നു ആളിട്ടപ്പോൾ. അപ്പോൾ ചെറിയൊരു ഓൾട്രേഷൻ വേണ്ടി വന്നു. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറക്കി കൊടുത്തു. ഈ ഒരു ടൈപ്പ് നാൻസി ആദ്യമായിട്ട് ചെയ്തതാട്ടോ. നമ്മൾ ഇത്ര എന്തോരം ഇറക്കും തോറും ഇതിങ്ങനെ കയറി വരുന്ന പോലത്തെ ഒരു ടെൻഡൻസിയാണ് ഇതിനുണ്ടായത്. ശരിക്കും അങ്ങോട്ട് ഇറക്കണമായിരിക്കും, അപ്പോൾ കുഴപ്പമില്ലായിരിക്കും. അങ്ങനെ ചെയ്ത് അപ്പോൾ ഇത് അടുത്ത ഡ്രസ്സ് ചെയ്തത് കാണിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ചെറിയൊരു മിസ്റ്റേക്ക്. ഒരു കൈക്ക് നീട്ടക്കൂടുതൽ, ഒരു കൈക്ക് നീട്ടക്കുറവ്. ഇത് രണ്ടും 2 ദിവസമായിട്ടാണ് ഈ കൈ ചെയ്തത്. അതിൻ്റെയാണ് ആ കുഴപ്പം വന്നത് കേട്ടോ. ഇലാസ്റ്റിക് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. സേവ് ദ ഡേറ്റിനുള്ളൊരു ഫോട്ടോയാണെന്ന്. ഒരു ഡ്രസ്സാണിത്. ഇത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് പണിയുണ്ട്. ഇപ്പൊ നോക്കിയപ്പോഴാണ് കണ്ടുപിടിച്ചത്. അതിന് ചെയ്യണം. അങ്ങനെ നാൻസി അത് രണ്ടും ഒപ്പാക്കി വെച്ചു. അതായത് ഇലാസ്റ്റിക്കിന്റെ കുഴപ്പമായിരുന്നു. പക്ഷെ ആളെ തിറ്റിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. കൈക്ക് ഭയങ്കര നീട്ടക്കൂടുതൽ പോലെ തോന്നി റഫറൻസിൽ. അങ്ങനെയായിരുന്നു. അതാണ് നമ്മൾ അങ്ങനെ വെച്ചത്. അളവെടുത്തത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ആ കൈ അങ്ങോട്ട് വെട്ടി വേറെ ഇലാസ്റ്റിക് ഒന്നും ഉപയോഗിച്ചില്ല. അതൊക്കെ മാറ്റിയിട്ട് പിന്നെ സാധാ സ്ലീവ് ആക്കുമായിരുന്നു ചെയ്തത് കേട്ടോ. അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും കൊള്ളായിരുന്നു. പിന്നെ ഇത് ആളുടെ തന്നെ മധുരം കിള്ളലിനുള്ളതായിരുന്നു. മധുരം കിള്ളലിന് നമ്മൾ ഇടൂലേ വൈറ്റ്, ഇതുപോലത്തെ ഇപ്പോൾ ഓഫ് വൈറ്റിൽ ഗോൾഡൻ വർക്ക് തന്നെ കുറേ മെറ്റീരിയൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ എന്തോ ചേച്ചിയാ, ഇവിടെ ഒരാൾ മീൻ മുറിക്കാനായിട്ട് മോക്കറായിട്ടോണ്ടിരിക്കുകയാണ്. ഇതില്ലേ മറ്റേ സിനിമയുടെ അകത്ത് ഇടിയപ്പം പിഴിയാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ കോടിക്കുന്നത്. അതെ, ഇവിടെ കിടന്നുണ്ട്. എന്റെ എക്സ്പ്രഷൻ എടുക്കുന്നുണ്ടോ? എടുക്കാം, കാണിച്ചോളൂ. അമ്മ അവിടെ മീനുമായിട്ട് ഗുസ്തി പിടിച്ചപ്പോൾ തൊട്ടപ്പുറത്ത് അടുപ്പിൽ എന്നോട് പരിപാടി അങ്ങോട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അമ്മയോട് ചോദിച്ചിട്ടാണ് ഞാൻ ഈ സ്പൂൺ കണക്കിന് മുളക് പൊടി വാരിയിട്ടത്. പക്ഷെ ഇച്ചിരി കൂടി പോയി കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ സംഗതി ഇച്ചിരി വശപ്പശകായിട്ടുണ്ടെന്ന്. ഇനി ഈ ആഴ്ച ഫുള്ള് സിലോപ്പിക്കറിയാണ് കേസ്. സിലോപ്പിയുടെ ബഹളമായിരുന്നു ഇവിടെ. സിലോപ്പി ഞങ്ങൾ പൊതുവേ കൂട്ടാറില്ലാത്തതായിരുന്നു. പക്ഷേ ഈ സമയമുണ്ടല്ലേ, നെയ്യുള്ള സമയമൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനെ. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം 2 കൊണ്ടുവന്നായിരുന്നു. അതിന് നല്ല ടേസ്റ്റായിരുന്നു. അമ്മയും മോളും കൂടി ഭയങ്കര പുകഴത്തിലായിരുന്നു. ഞാനധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നല്ലപോലെ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇരുന്നത്. അതാണെങ്കിൽ മുളക് പൊടി കൂടിപ്പോയി അവസാനം പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ എരിവിൻ്റെ കുത്തലിന് കുറച്ച് ആശ്വാസം ഉണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മുകളിലോട്ട് ചെന്ന് നാൻസിയുടെ ഒരു ബ്ലൗസ് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു 10 ബ്ലൗസ് ചെയ്യാനുണ്ട് ഗൈസ്. അതിൻ്റെ മാർക്കിങ്ങുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 10 ബ്ലൗസിനും വർക്കുണ്ട്. അമേരിക്കയിലല്ല, ദുബായ് അല്ലേ? അളവുകളിലൊക്കെ വെട്ടി കൂട്ടറുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം അവരെടുത്തു തന്ന അളവുകളാണ്. അതും പോരാഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യണം. ഈ വർക്കിനുള്ള മാർക്കിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ വർക്ക് ചെയ്തിട്ട് ചെയ്യാൻ നേരത്തെ അതിനകത്തോട്ട് കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പറ്റിയല്ല പിന്നെ. അതുകൊണ്ട് തന്നെ നല്ല സമയമെടുത്ത് ഞാൻ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതനുസരിച്ചാണ് ഓരോ ഡ്രസ്സ് മാർക്ക് ചെയ്ത് നമ്മുടെ ആതിര ചേച്ചിയുടെ അടുത്ത് വർക്ക് ചെയ്യാനായിട്ട് കൊടുത്തോണ്ടിരുന്നത്. ഒരു 2-3 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് തീരാറാകുന്നത് മുറയ്ക്ക് നമ്മൾ ഓരോന്നേ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് എത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ താഴത്തെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഉച്ചയ്ക്ക് ആ മീൻകറി വലിയ ഓടിയിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം. അതുകൊണ്ട് പിന്നെ കപ്പ പുഴുങ്ങിയിട്ട് മീൻചാറുമായിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയ സിലോപ്പിയുടെ തല അമ്മയും മോളുമായിട്ടാണ് എടുത്തത്. നാൻസിയും അമ്മ എടുത്തിട്ട് നല്ല ടേസ്റ്റാണ്, എന്തൊരു ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ മുമ്പിൽ നിന്ന് ഭയങ്കര പുകഴ്ത്തലായിരുന്നു. അതുകൊണ്ട് ഞാൻ കരുതി ഇത്തവണ തല എനിക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ആദ്യം തന്നെ വന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മഴ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ പാട് നല്ല പെരുത്ത മഴ, അങ്ങനെ നനഞ്ഞ് ചീഞ്ഞു. സൈഡിൽ കുറേ നേരം ഞങ്ങൾ മാറി നിന്നു, പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, മഴ കുറയണില്ലായിരുന്നു. പിന്നെ നനഞ്ഞ് ചീഞ്ഞാണ് അവിടെ എത്തിയത്. പിന്നെ അങ്ങനെ പിറ്റേ ദിവസമായി നാൻസി അടുത്തൊരു ഡ്രസ്സ് എടുത്തേക്കോണം. ഇത് നമുക്ക് ഹൈദരാബാദിലോട്ട് അയക്കേണ്ടതാണ്. നമ്മുടെ വൈക്കത്ത് അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. ഒരു 2 മാസമെങ്കിലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അവർ ഈ മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്. സമയമുള്ളതുപോലെ അയച്ചാൽ മതിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ വേഗം ധൃതിക്ക് ഓരോ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് അവരുടെ ഓരോന്നേ നാൻസി എടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബിന്ദു ചേച്ചി അപ്പുറത്തിരുന്നുണ്ട് വേറൊരു ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു ധാവണി സെറ്റിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ നോക്കാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പോൾ ധാവണി സെറ്റായിട്ട് നോക്കിയിട്ട് ഒരു ഭംഗികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തുന്നാൽ പിന്നെ സാരി വാങ്ങാനായിട്ട് ഇവിടെ വന്ന് സാരിയൊക്കെ നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ്ടേ അതിന് പറ്റുന്ന ഷോളില്ല. അപ്പോൾ പിന്നെ ആ പ്ലാനെല്ലാം ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. പിന്നെ വേറെ റണ്ണിങ് മെറ്റീരിയൽ എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ റണ്ണിങ് മെറ്റീരിയൽ എടുത്തതൊന്നും ഈ വീഡിയോയിലില്ല. അത് കാണാൻ പോലും കിട്ടാണ്ട് പെട്ടെന്ന് തയ്ക്കുക കൊണ്ടുപോവുക എല്ലാം ചടപടയെന്നായിരുന്നു. ആ മെറ്റീരിയൽ നോക്കാൻ ചെന്നപ്പോൾ നാൻസിക്കുണ്ടല്ലോ ഈ ഒരു മെറ്റീരിയൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിട്ട് ഒരു പ്രത്യേക ഒരു മെറ്റീരിയലായിരുന്നു. പക്ഷെ ഭയങ്കര വില 300 ചില്ലറ രൂപയും കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ വേണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ചു. ഈ വാങ്ങിച്ചില്ല. എന്തിനതൊക്കെ മേടിച്ച് വെക്കണത്, വെറുതെ എല്ലാം മരിക്കാതിരിക്കുക ഇരുന്ന് പൂക്കാനല്ലേ, അതുകൊണ്ടൊന്നും വാങ്ങില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ തിരിച്ചു വന്ന് കുറച്ച് പരിപാടികളൊക്കെ മിനിക്ക് വേണികൾ ഹെമ്മിങ് അതും ഇതൊക്കെ തീർത്തിട്ട് പിന്നെ അന്നത്തെ ദിവസത്തിന് പരിസമാപ്തിയായി ഞാൻ ചെയ്തോ സിനിമയുടെ ഈ സ്റ്റോറി കേൾക്കൂലേ, സിനിമയുടെ കഥ ഇങ്ങനെ ഇതൊന്നും പറയത്തില്ല, അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഏകാന്തമായിട്ടിരിക്കുന്ന സമയത്തെല്ലാം ഈ കഥ കേട്ടോണ്ടാണ് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം തീർന്നു. പിറ്റേ ദിവസമായി. പോണ വഴി ആ മിഠായിയുടെ കവറുണ്ട്. അയ്യോ മിഠായി തന്നില്ലേ എന്ന് പറഞ്ഞാണ് അവിടെ കുത്തിയിരുന്ന ഒരു കരച്ചിൽ. അപ്പ പോയി മിഠായി മേടിക്കാൻ വെക്കണം. അപ്പൊ 9:30 വെക്കണം. അതായത് തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ട് 9:30. അങ്ങനെ ബ്ലൗസ് എല്ലാം വർക്ക് ചെയ്ത് ഓരോന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെ സൈഡിൽ നമ്മുടെ ധന്യച്ചേച്ചി പണി തുടങ്ങിയിട്ടുണ്ട്. ഇത് നാൻസിക്കൊരു ചുരിദാർ തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പിടിച്ചിട്ടേ കിട്ടേ പോലും ചെയ്യാത്ത തുണിയാട്ടോ. എന്നിട്ട് 2 ലൈനിങ് ഒക്കെ ഇട്ടാണ് അവസാനം ഒന്ന് ചെയ്തത്. ഭയങ്കര ട്രാൻസ്പെറൻറ്റും ആയിരുന്നു. ധന്യച്ചേച്ചി അപ്പുറത്തിരുന്ന് ബ്ലൗസ് അടിയാണ്. അന്ന് വൈകുന്നേരം നാൻസി പിന്നെ ഹൈദരാബാദിൻ്റെ 2ാമത്തെ എടുത്തു. 3 അവർക്ക് കൊടുക്കാനുണ്ട്. പോട്ട്ലി ബട്ടർ ഉണ്ടാക്കി വെച്ചേക്കാണ് നല്ല രസമുണ്ട്. പാവേന ഉണ്ടാക്കി വെച്ചേക്കണം. എന്തൊരു പാടായിരുന്നു എന്റെ പൊന്നെ. ഞാൻ തന്നെ ചേച്ചിയുടെ പറയുമായിരുന്നു. മനുഷ്യന്റെ ഊപ്പാട് പനിക്കാൻ പോണ പോലെയൊക്കെ തോന്നുന്നു. പനിക്കാനാ പാരസെറ്റമോൾ ഒരെണ്ണം തരട്ടെ. തന്നെ ചേച്ചി പറഞ്ഞ പനീനോട് വീട് പിന്നെ വരാൻ പറയാം. എന്താ കാണിക്കുവാ? അങ്ങനെ വീണ്ടും പിറ്റേ ദിവസമായിരിക്കുന്നു. ഇതിപ്പോൾ ഒരു 5-6 പിറ്റേ ദിവസം ഇതിനകത്തുണ്ട് കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എന്നാണോ നിർത്തിയത് അന്ന് മുതലുള്ള എല്ലാ വിശേഷങ്ങളും ഉൾക്കൊള്ളുന്ന കുട്ടി വീഡിയോസ് എല്ലാം കൂടി കോർത്തിണക്കിയാണ് ഒരു വീഡിയോ ആക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസവും സിലോപ്പി തന്നെ. അങ്ങനെ ഞങ്ങൾക്കത് സിലോപ്പി വാരമായിരുന്നു കേട്ടോ.
ഇത്തവണ ഭയങ്കര വലുതാട്ടോ കിട്ടിയത്. ഇതൊക്കെ ജേസൺ പിടിച്ചോണ്ട് തന്നതാട്ടോ ആറ്റീന്നേ. അപ്പം ഭയങ്കര വലുതാണ് കിട്ടിയത്. അപ്പം ജെസ്സിയമ്മ പറഞ്ഞു നമുക്ക് ഇത്തവണ നമ്മൾ എപ്പോഴും നമ്മൾ ഈ മുളക് ഇട്ടല്ലേ കേൾക്കുന്നത്, ഇത്തവണ നമുക്ക് തേങ്ങ അരച്ച് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ വലുതിങ്ങനെ പുരട്ടി വെച്ചേക്കുന്നത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് തേങ്ങാപ്പാലിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക കരിമീൻ പൊള്ളിക്കുന്ന പോലെ പൊള്ളിക്കാമല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ വരുന്നത്. പക്ഷെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം എല്ലാം ഒന്നും കൂടി കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചിട്ട് വറുത്തങ്ങോട്ട് എടുത്തു. അല്ലെങ്കിൽ ഭയങ്കര വലുതായതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊരു സുഖം തോന്നിയില്ല. അത് പൊള്ളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്തില്ല. പക്ഷേ ഈ തേങ്ങ അരച്ച് വെക്കുന്നതിലും നല്ലത് മുളകിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആ കറിയൊക്കെ ഏകദേശം ഒതുക്കിയിട്ട് നമ്മൾ മുകളിലോട്ട് ചെല്ലുന്നു. ഓരോ ബ്ലൗസ് തീരുന്നതനുസരിച്ച് ഹെം ചെയ്ത് മാറ്റുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ പതുക്കെ സൈഡിൽ നിന്ന് തുടങ്ങി. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒറ്റയിരുപ്പിരുന്ന് ചെയ്യാൻ നേരത്ത് മനുഷ്യൻ്റെ ഊപ്പാടിളകും. അതുകൊണ്ട് തയ്ക്കുന്നതനുസരിച്ച് പയ്യെ പയ്യെ അങ്ങോട്ട് ചെയ്ത് തീർക്കും കേട്ടോ. ഡാൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ചുരിദാറിൽ നിന്ന് കൈ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് പിറ്റേ ദിവസമാണ് പിന്നെ അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്തത് കേട്ടോ. ധന്യ ചേച്ചിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, 10 ബ്ലൗസ് തീരണ വരെ ബ്ലൗസ് അടിയോടടിയായിരുന്നു. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ ഞങ്ങൾ പിന്നെ ആതിര ചേച്ചിയുടെ അടുത്ത് ചെന്നു കേട്ടോ. നമ്മുടെ വർക്ക് ചെയ്തത് വാങ്ങാനും നമ്മൾ മാർക്ക് ചെയ്തത് കൊടുക്കാനും. അവിടെ ചെന്നപ്പോൾ കുറേ കുഞ്ഞു പൂജകൾ ഇങ്ങനെ ഓടി നടക്കുന്നത്. ഈ കുഞ്ഞു പൂജകളൊക്കെ എന്ത് രസമല്ലേ, പക്ഷെ വലുതാവരുത്, ഇതേപോലെ തന്നെ നിൽക്കണം. അങ്ങനെയാണെന്നുകൊണ്ട് എനിക്ക് ഇഷ്ടം കേട്ടോ. അടുത്ത ചേച്ചി ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയിപ്പോയല്ലേ. എക്സ്പീരിയൻസിന്റെ കുറവ് നികർത്തി. എന്താടി കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല, അവിടുത്തെ പടിയെല്ലാം പിള്ളേരാണ്. ആണോ? അയ്യോ, എല്ലാം കഴിയുമ്പോ പിള്ളേർക്ക് ടിപ്പ് കൊടുക്കണം. അതെ, പണിയെടുത്തതിന് പിള്ളേർക്ക് ടിപ്പ് കൊടുക്കണം. നിർത്തടി. അങ്ങനെ ഞാൻ നിർത്തി ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വീട്ടിലെത്തി. പിന്നെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസമായി. ഹൈദരാബാദിൻ്റെ 3ാമത്തെ സെറ്റ് എടുത്ത് നൻസ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് പുതിയൊരു സ്റ്റിച്ചിങ് സെൻറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. അതിനെപ്പറ്റിയാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ ഉടുപ്പിന് അവിടെ എങ്ങാനും കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു കാലത്തും കിട്ടാൻ പോണില്ല. ഫോൺ വഴിക്കാൻ ഇറക്കാമല്ലോ. എത്ര രൂപയുടെ സ്റ്റിച്ചിങ് ചാർജ്? എന്നിട്ട് വേണം കുറച്ച് തയ്പ്പിക്കാൻ തരാം. എൻ്റെ തുണിയൊക്കെ ഇങ്ങനെ വന്നേക്കെ, ഞാൻ പോയി അപ്പുറത്തോട്ട്. ധന്യ ചേച്ചിക്ക് അതുകൊണ്ട് തയ്പ്പിക്കാനില്ലേ, നമുക്ക് ഇന്ന് തന്നെ പോകാം. അങ്ങനെ ആ സമയത്ത് ഞാൻ പൈതിയെ അങ്ങോട്ട് ഇറങ്ങി. കാരണം നമ്മുടെ അവസാനത്തെ ബ്ലൗസും കൂടി വർക്ക് ചെയ്തത് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 10 ബ്ലൗസിൽ 10ാമത്തതാണ് ഈ കയ്യിലിരിക്കുന്നത്. അയ്യോ ചേച്ചി നല്ല പാട് കിട്ടും കേട്ടോ. അവസാന നിമിഷം ഷളബടേ എന്നും പറഞ്ഞ് ചെയ്യാനായിട്ട് ഉറക്കമില്ലാണ്ടൊക്കെയാണ് ആൾ ചെയ്തതെന്നാണ് പറഞ്ഞേക്കുന്നത്. കാണുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും 10 എണ്ണം ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി പാടല്ലേ. ബാക്കിലൊക്കെ വർക്ക് കൊടുത്ത് ചെയ്യണ്ടേ. അങ്ങനെ അവസാനത്തതും കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയിട്ട് വേണം ഇതും കൂടി തയ്ച്ചു കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ അവസാനത്തതും എത്തിയ സ്ഥിതിക്ക് അതും കൂടി തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നമുക്ക് ക്ലോസ് ചെയ്യാം. എനിക്ക് നല്ല ടെൻഷനായിരുന്നു, തീരണ വരെ തീരുവോ, 10 എണ്ണം ഇല്ല. തളർന്ന് പൊളന്ന് കിടക്കണം അല്ലേ. ഇത് ഇന്ന് നമുക്ക് സ്റ്റിഫ് മുക്കിയിട്ട് ഉണക്കിയിട്ട് അടുത്ത ആഴ്ച കൊടുക്കാം. കല്യാണം കഴിഞ്ഞിട്ട് വരട്ടെ. എന്തൊക്കെ പാട് ഭ്രാന്ത് പിടിച്ച് ഞാനാണ് തന്റെ ചേച്ചിയുടെ ഞാൻ തയ്ക്കണില്ലേ. ഞാനൊരു തന്റെ ചേച്ചിയുടെ കൂടെ തയ്ച്ചിട്ട് ഞാൻ കൂടെ പോയി നിൽക്കുവാ. ഇങ്ങനെയാണെങ്കിൽ ചില തുണികളൊക്കെ ശരിക്കും എണ്ണം നമ്മൾ വരച്ചു പോകട്ടെ, ഭയങ്കര പാടാണ്. ഇവർ ഇതുമായിട്ടൊക്കെ മൽപ്പിടുത്തം പിടിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് വ്യസനാട്ടോ. ഇതൊക്കെ എങ്ങനെ ചെയ്ത് തുണി അവസാനം ഉടുപ്പാക്കി എടുക്കുമെന്ന് ഓർത്തിട്ട്. അപ്പോൾ ബിന്ദു ചേച്ചിക്ക് അതേപോലെ ഒരു പണിയാണ് ഇപ്പം കിട്ടിയേക്കുന്നത്. ആ തുണി നല്ല പാടായിരുന്നു മാനേജ് ചെയ്യാനായിട്ട്. ഫൈനൽ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അളവുകളെല്ലാം കൃത്യമല്ലേ. മണി 12ആയി. നാളെ രാവിലെ അവർ വരും. അയ്യോ മടുത്തേ. ഇനി ഒരു ബ്ലൗസും കൂടി, ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിനും കൂടി എനിക്ക് ഉള്ളത് പിടിപ്പിക്കാനുണ്ട്. ബ്ലൗസ് തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിശന്നിട്ട് പാടില്ല. പിന്നെ എന്ത് ചെയ്യും, ജേസനൊക്കെ കിടക്കുമായിരിക്കൂലേ എന്നും കരുതി ഇരിക്കുമായിരുന്നു ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാൻ പറയാനായിട്ട്. പക്ഷെ പുള്ളി കിടന്നിട്ടുണ്ടായിരുന്നില്ല. കിയേയും പുള്ളിയും കൂടി കറങ്ങി നടത്തായിരുന്നു വഴി കൂടി. അപ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ചു ഇങ്ങോട്ട് അപ്പം മുട്ട വേണം. അപ്പം കേട്ടാൽ മതി, കേൾക്കാതെ മതി, വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊണ്ടുവന്നാണ്. ഞങ്ങളൊരു 8 മണിക്ക് ചോറ് കഴിച്ചതാണ്. പക്ഷേ അത്ര നേരായില്ലേ, പിന്നെ വിശക്കൂലേ. അങ്ങനെ നമുക്ക് അപ്പം മുട്ടക്കറിയും കടലക്കറിയും കൂട്ടി കഴിച്ചു. അങ്ങനെ ബ്ലൗസ് എല്ലാത്തിൻ്റെയും മേക്ക് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ വരും. മണി ഇപ്പോൾ 9 മണിയായി. കുറച്ച് മുമ്പ് ഞങ്ങൾ എണീറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി പാക്ക് ചെയ്ത് വെക്കണം. കട്ട് ചെയ്യണം. ബന്ധിച്ചു ഇപ്പോൾ വരും.
നേരത്തെ കാണിക്ക്. ഇതാണ് നമ്മുടെ 10 ബ്ലൗസ്. രസമുണ്ടല്ലേ ഇങ്ങനെ വെച്ചിട്ട് കാണാൻ. അപ്പൊ ഇതാണ് സംഭവം. ഫ്രണ്ടില് ഇത് വല്ല ഓണത്തിന് പരിപാടിക്ക് വല്ലതും ആണോ ഓടി? എനിക്കറിയില്ല. എന്തിനാണ് സംഭവം എന്ന് അറിയത്തില്ല കേട്ടോ. ഇത് അയർലാൻഡിലോട്ട് വിടാനുള്ളതാണ്. ബാക്ക് കാണിച്ചേ. ഇതാണ് ബാക്കൊക്കെ എല്ലാം നല്ല ഇറക്കിയാണ് വെച്ചേക്കുന്നത്. ഡാൻസ് എത്ര ഇറക്കിയത് ചിലത് കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് വള്ളി അവർക്ക് വേണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ വള്ളി നമ്മൾ നിർബന്ധിപ്പിച്ച് വെച്ചേക്കുന്നതാ. ഇനി അവിടെ ചെന്നിട്ട് വള്ളിയിലെങ്കിലും പിടിച്ച് തീർത്താണല്ലോ തീർത്തിട്ട് കണ്ണൊക്കെ എരിയുന്നു. ശരിയപ്പം ഈ ഒരു സംഭവം ഇതിൽ 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 എണ്ണം ഇന്ന് കൊറിയർ അയക്കേണ്ടതാണ്. എത്രയോ നാള് മുന്നേ അവർ കൊണ്ടുവന്ന് വെച്ചാന്നറിയാമോ. ഇത് അയക്കാന്നിട്ട് നാൻസിക്ക് ഒരു മനക്ലേശമായിരുന്നു. ബാക്കിൽ 2 യോക്ക് കൊടുത്തേക്കുന്നത്. കാരണം തുണി തികയത്തില്ലായിരുന്നു. എനിക്ക് ഫ്രണ്ടിനെ റെഡിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ലൈറ്റ് കളർ കൊടുത്തത് അതിനേക്കാൾ. കാരണം താഴത്തോട്ടിങ്ങനെ ഡാർക്ക് വരുന്നതല്ലേ ഭംഗി. ഓക്കെ, ഇത് തുണി തികയാത്തതുകൊണ്ട് യോക്ക് കട്ടിങ് ഉണ്ട്. അതെ, സിബുണ്ട്. നല്ല നിറാട്ടാ. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നത് ഇതായിരുന്നു. ഒരുപാട് പണിപ്പെട്ടുണ്ടാക്കിയ സാധനം. അത് ഇതില്ലേ എത്ര തവണ അഴിച്ചു വേണമെന്നൊന്നും അറിയാമോ. അതൊന്നും റെഡിയായി കിട്ടണ്ടായിരുന്നില്ല. കറക്റ്റ് അയച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇത് പിണ്ടക്കാണ്. പിണ്ടക്കല് നൈഫ് പ്ലേറ്റ്. ഓ, നൈഫ് പ്ലേറ്റ് ആണ്. 2 സൈഡേ അപ്പറേ അപ്പറേ കൊടുത്തിട്ടുണ്ട്. ഏലൈനാണ് കേട്ടോ, എല്ലാം ഏലൈനാണ്. മണി 11 ഗൈസ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണേ ഉള്ളൂ. അതെല്ലാം പൊതിഞ്ഞിട്ട് വെക്കണമായിരുന്നു കേട്ടോ. ഹൈദരാബാദിലോട്ടുള്ളതും പിന്നെ ഇവർക്ക് അയർലൻഡിലോട്ട് അയക്കേണ്ടതെല്ലാം സെറ്റാക്കി വെച്ചു. എന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി. ചമ്മന്തി വേണം അങ്ങോട്ട് ഇരിക്കുന്നല്ലേ ഇറങ്ങത്തുള്ളൂ. പക്ഷേ തൽക്കാലം തേങ്ങ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഇയാരെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നേരത്ത് സ്റ്റൂളും കൊണ്ടുവന്ന് ഇങ്ങനെ വടി പോലെ നിൽക്കുക. അവർക്ക് ഇങ്ങനെ എല്ലാം കാണണം. ഇതാണ് എൻ്റെ നാച്ചുറൽ ലുക്ക്. അല്ലെങ്കിൽ അതെ, ഇന്നലെ ഒരുങ്ങിയായിരുന്നു. അതുകൊണ്ട് ഇനി ഇല്ല. തുണിയൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കണ വെറുതെ തിരിച്ചു കാണിക്കും. എന്നെ കാണിക്കൂല. എന്താ നടക്കൂടെ? ചാക്കിലാട്ടാ ഞാൻ ഇട്ടേക്കണത്. ചാക്കി തപ്പിക്കൊണ്ടിരിക്കുകയാണോ? എന്നാ തപ്പണത്? എന്നെ പറ്റി? ഒരു ഇച്ചിരി പീസിന്റെ കുറവുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം പീസ് കൈ വെച്ചതിന്റെ ബാലൻസ് ഉണ്ടായിരുന്നു. ആണോ? കിട്ടിയാ? ആ, ഭാഗ്യം. കിട്ടി നമ്മുടെ പൊന്നിന്. ഒരു കഷ്ണത്തിനൊക്കെ വില തന്നെ സമയം. എന്റെ പൊന്നേ, പൊന്നിനെ കിട്ടി. ചേച്ചിക്ക് എവിടെ കിട്ടി? അവനൊക്കെ എവിടെ കിട്ടി ചേച്ചി? ഒരു പീസിന്റെ വിലയെ. കാരണം നമ്മളിത് തലേദിവസം തുടങ്ങിയതാണല്ലോ, തീർന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിന്ദു ചേച്ചി ഇതിലായിരുന്നു. വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച ഈദ് മുബാറക്ക് ആഘോഷിക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഇവിടെ പെരുന്നാളാണ് കൈസ്. നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. അത് എങ്ങനെയുണ്ട്? മന്തി ഇഷ്ടപ്പെട്ടോ? അല്ലേ? ഇനി മന്തി ആണെന്ന് പറയുള്ളേ. ഇയാൾ ആദ്യമായിട്ടാണ് മന്തി തിന്നുന്നത്. ബിരിയാണി ലവർ മന്തി തിന്നുന്നു. ഇനി ഇത് നോക്കിയ കടായി 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 അൽഫാം. ഇതിനകത്തൊന്നും എടുക്കാനായിട്ടുള്ള പീസില്ലല്ലോ. അതാ ഗ്രേവി. ഇതിങ്ങനെയാണ് ജഗതി സിനിമകളൊക്കെ തിന്നണ കടിച്ചങ്ങ് പറിക്കുക. നമുക്ക് തിന്നാൻ തോന്നിട്ടില്ല. നേരാ, എനിക്ക് തോന്നി ജഗതി തിന്നണ കാണുമ്പോ മാത്രം തിന്നാൻ തോന്നും. നിങ്ങളുടെ മുഖത്ത് എങ്ങനെയുണ്ട്? അത് പോരാ, അത് പോരാ. ഒരു കരിഞ്ഞോ? അതാ അങ്ങനെയാ. അത് അൽഫാം. അൽഫാമിന്റെ ലോകം അതാണ് ഇഷ്ടപ്പെടേണ്ടത്. തീക്കനലിട്ട് ഇങ്ങനെ കരിച്ച് കരിച്ച് ആ ഒരു കരിച്ചവ ഉണ്ടാവും. പക്ഷെ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണല്ലോ കരിച്ചോവ വേണം. ഓരോരുത്തരും മറ്റേ പുകയിടും. ആ കരിക്കട്ട സാധനം മേടിച്ചിട്ടേ പുകയ്ക്കും, സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട്. അടുപ്പത്ത് അത് തിന്നില്ലല്ലേ.
മയണൈസ് ഒഴിച്ചു കൊടുക്കാൻ മറന്നുകൊണ്ടാണ് ഗൈസ് മന്തി തിന്നത്. മയണൈസ് ഇല്ലാണ്ട് എന്ത് മന്തി, ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഇരിക്കും. അങ്ങനെ അതെല്ലാം കൂടി ഒഴിച്ചത് ധനിച്ച് ആദ്യമായിട്ട് കഴിക്കുമായിരുന്നു. ആൾക്ക് റൈസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ചിക്കൻ്റെ ആ ഒരു പുക ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പുള്ളിക്കാരത്തേക്ക് അത്ര പിടിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു. അമ്മായിമ്മയുടെ സിലോപ്പി കറിയും സിലോപ്പി വറുത്തത് ഇഷ്ടം. നല്ല വലിയ ചാള കിട്ടിയിട്ടുണ്ട്. എന്റെ വീട്ടിലൊന്ന് ചാളയുണ്ടല്ലോ. മന്തി കുറച്ച് മതി, ബിരിയാണി നൈസിക്ക് ഇടട്ടെ, മൊത്തം മടിച്ചിട്ട് മതി. ഈ ഷോളും ഇത് തമ്മിൽ നല്ല മാച്ചുണ്ട്. ചേച്ചി ബാക്കി കിട്ടിയ സൂത്രം കരിയുടെ അറ്റത്തുന്നത് ഇതിനകത്ത് കൊല കൊല ഞാൻ മുദ്ര വെച്ച് കൊടുക്കും. അത് വെക്കാനാണ് അത് അവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ എന്നെ പറഞ്ഞ് ഞാൻ പോരുത്തിയാണ് ഗൈസ്. ഇവരെല്ലാരും എന്നോട് പോരുത്തിയാണ്. ബിന്ദു ഇത് നല്ല രസമുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. മാച്ചാണ്. നമുക്ക് ആദ്യം കണ്ടപ്പോ മാച്ചാകാത്ത പോലെ തോന്നിയതേ. കണ്ടതേ ഇതെല്ലാം ഓരാമ പറ്റ മക്കളാണ്. ഇതിന്റെ സെയിം ആയിട്ട് വന്നേക്കണ സാധനമായിരിക്കും ഇത്. കൊള്ളാം. ആ ഷോളിൻ്റെ അറ്റവും കൂടി മടക്കി അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അറ്റം ഇങ്ങനെ ചുമ്മാ വെറുതെ ഇങ്ങനെ കിടക്കുവാണ്. അതും കൂടി മടക്കി അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബിന്ദു ചേച്ചിയുടെ പരിപ്പിളകി എന്ന് പറഞ്ഞാൽ മതി. മടുത്തു കേട്ടോ അത് ചെയ്തപ്പോൾ. ദീർഘനിശ്വാസം വിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഇത് വാങ്ങിക്കൊണ്ട് പോകേണ്ട ആൾ ഇപ്പം വരും കേട്ടോ. അതൊക്കെ ലാസ്റ്റ് മിനിറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൊല്ലത്തിന് കല്യാണത്തിന് പോകേണ്ടതാണ്. ഇത് മേടിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ സൈഡെ വേറൊരു ഡ്രസ്സ് കട്ട് ചെയ്ത് അതിൻ്റെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുടി ഒതുക്കി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ബിന്ദു ചേച്ചി. അങ്ങനെ നമ്മളെ 2 ദിവസത്തെ പല്ല് തേക്കാത്ത കോല വരെ ഇവരെ കണ്ടിട്ടുണ്ട്. ബിന്ദു ചേച്ചി വന്നപ്പോ പാവപ്പെട്ട എന്റെ ബിന്ദു ചേച്ചിക്ക് മാത്രം സ്നേഹമുള്ളൂ. അങ്ങനെ 2 ദിവസത്തെ അധ്വാനം. ഈ പെണ്ണിനെ ഇടിപ്പിക്കാൻ പറ്റൂല ചേച്ചി. ഇത് ലൂസായി പോകും. ഷോൾഡർ കെട്ടി വെക്കാല്ലേ. നമുക്ക് വേണം ഇടിപ്പിച്ച് നോക്കാം. വേണ്ട, ഇവിടെ ഞാനുണ്ട്. ബോഡി ഫോം മേടിച്ചപ്പോൾ ഇനി എല്ലാ ഡ്രസ്സും അതിനകത്ത് ഇട്ട് കാണിക്കുള്ളൂ എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. മടിയുടെ കാര്യമല്ലേ, ഇതൊന്നും എടുത്തുയർത്തി കാണിക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും ഇല്ല. ഞാനിങ്ങനെ പുറകെ നടന്ന് കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ കാണിക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വിട്ടുപോകും. പാക്ക് ചെയ്ത് വേഗം തന്നെ കയറ്റി വിടും. അത്രയും സമയമില്ലാത്ത പോലെ ഓട്ടത്തിലാണ് ഇവിടെ. അപ്പോൾ ഇതും നമ്മുടെ ശ്രീജ ചേച്ചിയുടെ തന്നെയാണ്. ആ ഒരു പാനൽക്കട്ട് ഡ്രസ്സിൻ്റെ തന്നെയാണ്. ഇതൊരു ധാവണി സെറ്റാണ്. സാരി ആയിരുന്നു കേട്ടോ. സാരി വെട്ടിമുറിച്ചാണ് ഇങ്ങനെയാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് ശ്രീജ ചേച്ചിയുടെ മോളുടെ ആണ്. ഇത് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. നല്ല ഡിസ്കോക്കൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു തുണിയാണ്. മോക്ക് ഇത് തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിച്ച് വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഇട്ടേക്കുന്ന വീഡിയോ ഞാനത്തുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഇല്ല, ഇതിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓർഗൻസ, നമ്മുടെ മറ്റേ എന്താണ് ആ വെൽവെറ്റ് ഫിനിഷ് തന്നെ ഓർഗൻസ ഉണ്ടല്ലോ, ആ വെൽവെറ്റ് ഓർഗൻസയുടെ തന്നെ സെയിം മെറ്റീരിയലാണ്. പക്ഷേ വർക്കും കൂടി വരുന്നുണ്ട്. വർക്കും കൂടി വരുന്നതുകൊണ്ടാണ് ആ പാൻറ്റ് തേച്ചിട്ട് ചെറിയ ഇങ്ങനെ ചുളിവുകൾ ഇങ്ങനെ വലിച്ചില പോലെയൊക്കെ തോന്നുന്നില്ലേ. പക്ഷേ ഇട്ടപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സംശയമായിരുന്നു വൃത്തിയായിരിക്കുമോ എന്നോർത്ത്. അങ്ങനെ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർ എത്തിയിരിക്കുകയാണ്. ഇതാണ് ശ്രീജ ചേച്ചിയാണ് ആദ്യമായിട്ട് ഞങ്ങളെ വൈക്കത്തുനിന്ന് ഒരാൾ പിടിച്ച് വന്നത്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ വീട് തപ്പിയ ആൾ വന്ന ഒരു ആദ്യത്തെ ആളാട്ടോ ഇത്. അങ്ങനെ മോളുടെ ആണിത്. ഇട്ട് നോക്കിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം കറക്റ്റായിരുന്നു. ഫിറ്റിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇനി ശ്രീജ ചേച്ചിയുടെ ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ചെറിയൊരു ഓൾട്രേഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ബോഡി ഇത്തിരി ലൂസായിരുന്നു. അങ്ങനെ ബോഡി ടൈറ്റ് ആക്കിയപ്പോഴത്തേക്ക് സ്ലീവ് ടൈറ്റ് ആക്കി, എന്നാലും ഒരു പൊടിക്കും കൂടി ഒന്ന് ടൈറ്റ് ആക്കി വിടണം. അത്രയും ലൂസല്ലേ. അങ്ങനെ അതെല്ലാം ഇട്ട് പാകാക്കി അവരെ പറഞ്ഞയച്ചു. പൊട്ടിക്കണ അത് ഒക്കെ നിസ്സാരമല്ലേ, കൈ കൊണ്ട് കീറി എടുക്കാവുന്നേ ഉള്ളൂ. ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടേ ഒട്ടിച്ച് വെച്ചാൽ മതി. അടുത്തത് കേട്ടാ തിരിച്ചൊട്ടിച്ചാൽ മതി. ഇങ്ങനെ ഒരു സൂത്രം ഉണ്ടെന്ന് വിചാരിച്ചില്ല. ജയസിനൊരു കുടുക്കാൻ മേടിച്ചതാണ് കൈസ്, 1 ലക്ഷം ആക്കാൻ വേണ്ടിയിട്ട്. ഏട്ടാ നീ എന്നോട് പറഞ്ഞത് 2000 രൂപ ഇട്ടിട്ടുള്ളതല്ലേ പറഞ്ഞത്? കള്ളം ഞാൻ പറഞ്ഞത് ആ പൈസ ഇതിനകത്ത് ഇടരുത്. കിട്ടുന്ന പൈസ മുഴുവൻ ബാങ്ക് അക്കൗണ്ട് അടക്കണം. പലിശ അത്രയും കുറയട്ടെ എന്ന്. എന്നിട്ട് ഞാൻ അറിയാണ്ട് നിങ്ങൾ ഇമാതിരി പരിപാടി കാണിച്ചല്ലേ. നല്ല പായസ നേരത്തെ പറഞ്ഞിരുന്നേ കുടുക്കാൻ കൊണ്ട് ഞാൻ മുങ്ങിയാനല്ല. നല്ല പായസാണ്. കിയ അപ്പടെ പൈസ അമ്മയ്ക്ക് തരുവോ? ഇല്ല വേണ്ട അപ്പൊക്കുള്ള അല്ലേ അമ്മയ്ക്ക് വേണം.
ഈ കുടുക്കയും കൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒന്നും ഇടരുത്, കിട്ടണത് മുഴുവൻ ബാക്കി കൊണ്ട് അടക്കണം. ഞങ്ങൾ സ്ഥലം മേടിച്ചായിരുന്നു, നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ബാധ്യതയുണ്ട്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ തലയിൽ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ ഈ കടമൊക്കെ എന്ന് പറയണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതൊന്നും ഒഴിവാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് മനസ്സിൽ. ആ നേരത്താണ് ഇങ്ങനെ ഈ കുടുക്കയിൽ നിറച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറലായിട്ടുള്ള ഒരു കുടുക്കയുണ്ടല്ലോ, ആ ഒരു കുടുക്കാട്ടോ ഇത്. നമ്മളിങ്ങനെ 1 ലക്ഷം വരെ ഇതിനകത്ത് നിറയ്ക്കാം. ഇടണനുസരിച്ച് ഇങ്ങനെ വെട്ടി കൊടുക്കണം, നമ്മൾ എത്രയാണോ ഇട്ടേന്ന് വെച്ചാൽ അത്. പക്ഷേ 1 ലക്ഷം ഒന്നും ഇതിനകത്ത് നിറയുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഇപ്പോൾ ജേസിന് ഇത് പൊട്ടിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂഴി നമ്മുടെ പറമ്പിച്ചിരി റോഡിനേക്കാൾ ഇത്തിരി താഴ്ന്ന കിടക്കണം, ഒന്ന് പൂഴിയിട്ട് നികത്തണം. അപ്പം തൽക്കാലത്തേക്ക് ഒരു 2 ലോഡ് പൂഴിയിട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് കയറി പോകാൻ സുഖം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആൾ പൊട്ടിച്ചേക്കുന്നത്. അപ്പം എന്തെങ്കിലും ആവട്ടെ, എന്നാൽ പൂഴിയിട്ട് നികത്തട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ എത്രയുള്ളൂ ഗൈസ്, നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.